നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. DC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൊടുപുഴ മേഖലാ കൺവെൻഷൻ നടത്തി. സമ്മേളനം തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാതെ റവന്യൂ വകുപ്പ്. ഓണക്കാലം അടുത്തിട്ടും ഏത്തയ്ക്കായ്ക്ക് വിലയില്ല. കടുത്ത പ്രതിസന്ധിയിൽ ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ. അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. സമ്മേളനം DC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 81ാം ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ സമ്മേളനം ചേർന്നു. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. 21ാം ഇന്ത്യ നയിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ ഉന്നതിയിലെത്തിച്ച നേതാവാണ് രാജീവ് ഗാന്ധിയെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെയും പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെയും ഫ്രഞ്ച് ആധിപത്യത്തിൻ്റെയും എല്ലാം കുടിക്കീഴിൽ വിദേശത്തു നിന്നും കച്ചവടത്തിന് വന്ന ആളുകൾ നാട്ടുരാജ്യങ്ങളെ അടക്കം സ്വന്തം കൈപ്പിഴി ഒതുക്കി രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോയി. അതിനുശേഷം രാജ്യമെമ്പാടുമുണ്ടായിരുന്ന 38 കോടി ജനതയെ ഒരേ ചരടിൽ കോർത്തിണക്കി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണഭൂമിയിലൂടെ നയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസിൻ്റെ തറവാട്ടിൽ ഒരുപാട് പേരുടെ രക്തം ചിന്തിയ മണ്ണാണിത്. മോത്തിലാൽ നെഹ്റുവിൻ്റെയും സരോജിനി നായിഡുവിൻ്റെയും മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയും അടക്കം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ അടക്കം ഗോപാലകൃഷ്ണ ഗോഖലെ അടക്കം ഒരുപാട് ദേശീയ നേതാക്കന്മാർ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവരുടെ സ്വജീവിതം തന്നെ ബലികർപ്പിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു 8 സംവത്സരങ്ങൾ ജയിലിൽ കിടന്നതിന് ശേഷമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ രണഭൂമിയിൽ നടന്നു നീങ്ങാൻ നമുക്ക് അവസരമുണ്ടായത്. 1920 മഹാത്മജി നമ്മുടെ രാജ്യത്തെ തിരിച്ചെത്തിയതിനു ശേഷമാണ് സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഊടും പാവും നെയ്തത് എന്ന് നമുക്കറിയാം. സത്യഗ്രഹത്തിൻ്റെയും അഹിംസയുടെയും സിദ്ധാന്തം ലോകത്തിന് സംഭാവന ചെയ്ത ആ മഹാത്മാഗാന്ധി നേടിത്തന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഇന്ന് പിച്ച് ചെയ്ത അവസ്ഥാവിശേഷം കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും നമ്മൾ കണ്ടു നീങ്ങുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ, KPCC മെമ്പർമാരായ MK പുരുഷോത്തമൻ, നിഷ സോമൻ, DCC ജനറൽ സെക്രട്ടറി NI ബെന്നി, DKTF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയി മൈലാടി, ജാഫർ ഖാൻ മുഹമ്മദ്, വിനയവർദ്ധൻ ഘോഷ്, സുരേഷ് രാജു, റോബിൻ മൈലാടി, രാജേഷ് ബാബു, ബെന്നറ്റ് ജേക്കബ്, ആഗസ്തി ആലപ്പാട്ട്, സാജു മുണ്ടയ്ക്കൽ, SG സുദർശനൻ, ജോമോൻ ഓലിയൽ, നാസർ പാലമൂടൻ, സാബു കൃഷ്ണൻ, പ്രേംജി സുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൊടുപുഴ മേഖലാ കൺവെൻഷൻ നടത്തി. സമ്മേളനം തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബിജു ലോട്ടസ് നിർവഹിച്ചു. KJU ന്യൂസ് പ്രകാശനം ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ നിർവഹിച്ചു. ചടങ്ങിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ സാബു നെയ്ശ്ശേരി, ഹുസൈൻ KG, പ്രദീപ് കുമാർ എന്നിവരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൊടുപുഴ മേഖലാ കൺവെൻഷൻ നടന്നു. തൊടുപുഴ വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷന്റെ ഭാഗമായി മേഖലാ ഭരണസമിതി പുനഃസംഘടന, മുതിർന്ന മാധ്യമപ്രവർത്തകരെ ആദരിക്കൽ, സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം, യൂണിയന്റെ മുഖപത്രമായ KJU ന്യൂസിന്റെ പ്രകാശനം എന്നിവയും സംഘടിപ്പിച്ചു. ആദ്യഘട്ടമായി നടന്ന പുനഃസംഘടനാ യോഗം ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് AR അനീഷ് അധ്യക്ഷത വഹിച്ചു.
ജില്ലാ കമ്മിറ്റി അംഗം സോമി മുണ്ടയ്ക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന സമ്മേളനം തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 25 വർഷക്കാലമായി കേരളത്തിൽ വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞ ഈ സംഘടന അതിൻ്റെ പ്രവർത്തനം കൂടുതലായി വ്യാപിപ്പിക്കുന്നതിന് സ്വാഗത പ്രാസംഗ്യൻ പറഞ്ഞ പോലെ അതിൻ്റെ ശക്തി എത്രമാത്രമുണ്ട് എന്ന് തെളിയിക്കുന്നതിനും ആ ഒരു കൂട്ടായ്മ വിപുലമാക്കുന്നതിനുമൊക്കെ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു കൺവെൻഷൻ നടത്തുന്നത്. നമുക്കറിയാം, കേരളത്തിൽ മാധ്യമ രംഗത്ത് നിർണായകമായ പല അഭിപ്രായങ്ങൾ പറയുന്നതിനും അതിനുപരി ഏറ്റവും സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കഴിഞ്ഞ കുറെ നാളുകളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നടത്തുന്ന സ്ഥൂലമായ അവരുടെ ഒരു പ്രവർത്തനം അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ എത്രയോ ത്യാഗം സഹിച്ച് എത്രയോ പ്രതിസന്ധികളിലൂടെയും കടന്നുപോയി ആ ജോലിയുടെ ഏറ്റവും നല്ല ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അത് നിറവേറ്റുമ്പോഴും ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളും അത് ഓരോ പത്രപ്രവർത്തകരെ സംബന്ധിച്ചും വളരെ വലുതാണ്. പുതിയ പ്രസിഡന്റ് CM ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബിജു ലോട്ടസ് ഉദ്ഘാടനം ചെയ്തു. 4 വർഷം പൂർത്തിയാകുമ്പോഴും അതുണ്ടായിട്ടില്ല. സംഘടന വളരെ ഗൗരവമായി കാണുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരികയാണ്. അത് തീരുമാനത്തിൽ എത്താൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഒട്ടേറെ പ്രക്ഷോഭങ്ങളും ഈ സംഘടന അടുത്ത നാളത്തെ ഈ വിഷയത്തിൽ ഊന്നി നടത്തുകയുണ്ടായി. അത്തരത്തിൽ നാം നേരിടുന്ന പരിസ്ഥിതികളെല്ലാം അതിജീവിച്ച് മുന്നേറുന്നതിനുള്ള കരുത്തിൽ സംഘടനാശേഷി നമ്മുടെ സംഘടനയ്ക്കുണ്ടാകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. KJU ന്യൂസ് പ്രകാശനം ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, സെക്രട്ടറി CK നവാസ്, കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം പോൾസൺ മാത്യു, വീക്ഷണം ബ്യൂറോ ചീഫ് സാബു നെയ്ശ്ശേരി, സീനിയർ ജേർണലിസ്റ്റ് KG പ്രദീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് പ്രാദേശിക ലേഖകരാണ്. അപ്പോൾ പ്രാദേശിക ലേഖകരെ പലപ്പോഴും മാധ്യമ ഉടമകൾ ബലിയാടാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈ പ്രാദേശിക ലേഖകരുടെ വരുമാനം എന്ന് പറയുന്നത് തുച്ഛമായ ഒരു അടിസ്ഥാന ശമ്പളവും പിന്നെ അവർ ശേഖരിക്കുന്ന പരസ്യങ്ങളുടെ ഒരു കമ്മീഷനുമാണ്. ഈ പരസ്യങ്ങൾക്ക് എത്ര രൂപ കമ്മീഷൻ കൊടുക്കുമെന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അപ്പൊ പലപ്പോഴും ഒരു പരസ്യം കിട്ടിയാൽ ആ കമ്മീഷൻ കാശ് കുറച്ചാണ് ആളുകൾ നൽകുന്നത്. ഇതിനിടയിൽ പരസ്യം നൽകിയ ആളുകളിൽ ആരെങ്കിലും 1-2 പേർ പണം കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്ന പ്രാദേശിക ലേഖകൻ കയ്യിൽ നിന്നും പണം അടയ്ക്കേണ്ട സാഹചര്യമാണ്. ഏതായാലും കേരള ജേർണലിസ്റ്റ് യൂണിയൻ, മലയാളത്തിൽ പറയുമ്പോൾ പത്രപ്രവർത്തക യൂണിയൻ, നമുക്ക് ഇത് ഒരു വേറെ സംഘടന ഉള്ളത് KUWJ, അത് ജോലി ചെയ്യുന്ന, അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന പത്രക്കാരുടെ സംഘടന യൂണിയൻ. പക്ഷേ മലയാളത്തിൽ പറയുന്ന 2 പത്രപ്രവർത്തക യൂണിയനാണ്. അതാണ് ശരി, എല്ലാവരും പത്രപ്രവർത്തകർ തന്നെയാണ്. പക്ഷെ നമ്മുടെ മുതലാളിയുടെ കത്ത് കിട്ടാത്ത പത്രപ്രവർത്തകരാണ്. മുതലാളിയുടെ കത്ത് കിട്ടിയിട്ട് യൂണിയനിൽ അംഗത്വം എടുത്തിട്ടുള്ളവരാണ് മറ്റേ യൂണിയനിലുള്ളവർ ജോലി ചെയ്തതെന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്നതും പ്രാദേശിക പത്രപ്രവർത്തകരാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരായ സാബു നെയ്ശ്ശേരി, ഹുസൈൻ, KG പ്രദീപ് കുമാർ എന്നിവരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പങ്കെടുത്ത അംഗങ്ങൾക്ക് സൗജന്യ ഇൻഷുറൻസ് രജിസ്ട്രേഷനും നൽകി. ജില്ലാ ജേർണലിസ്റ്റ് യൂണിയൻ തൊടുപുഴ മേഖലയുടെ പുതിയ ഭാരവാഹികളും ചടങ്ങിൽ ചുമതല ഏറ്റെടുത്തു. പ്രസിഡന്റായി CM ഹുസൈൻ, സെക്രട്ടറിയായി അജേഷ് ഇടപെട്ടി, ഖജാൻജിയായി TP സന്തോഷ് കുമാർ എന്നിവർ ചുമതലയേറ്റു. ഷാജി ഒലിക്കൽ, ബേബി താനിക്കൽ,
ടെൻസിംഗ് പോൾ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. ഫൈസൽ, പ്രവീൺ എസ്, ഹാരിസ് എ, സെബിൻ തുടങ്ങിയവർ ജോയിന്റ് സെക്രട്ടറിമാരായി ചുമതലയേറ്റു. ജയകൃഷ്ണൻ രമേശൻ, ജോലാൽ ജോസ്, പ്രതീഷ് പി ടി, റോബിൻ ജോസഫ്, NR ഹരിബാബു, AR അനീഷ്, S ഷാനവാസ്, സോമി മുണ്ടയ്ക്കൽ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇൻഷുറൻസിലെ വിദേശ നിക്ഷേപ പരിധി ഉയർത്തിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബ്രാഞ്ച് ഓഫീസുകൾക്ക് മുമ്പിൽ LIC ഏജന്റുമാർ ധർണ നടത്തി. തൊടുപുഴ ബ്രാഞ്ച് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ വർക്കിംഗ് കമ്മിറ്റി അംഗം CK ലതീഷ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് TN രാധാകൃഷ്ണ കൈമൾ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ഇൻഷുറൻസിലെ വിദേശ നിക്ഷേപ പരിധി ഉയർത്തിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബ്രാഞ്ച് ഓഫീസുകൾക്ക് മുമ്പിൽ ഏജന്റുമാർ ധർണ നടത്തി. LIC പ്രീമിയത്തിനും പലിശയ്ക്കും ചുമത്തിയ GST പിൻവലിക്കുക, ഏജന്റുമാരുടെ ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ പ്രീമിയം കുറയ്ക്കുക, 85 വയസ്സ് വരെ ഏജന്റുമാരെ അംഗങ്ങളാക്കുകയും കവറേജ് ജീവിതകാലം മുഴുവൻ തുടരാനും അനുവദിക്കുക, മാനേജ്മെന്റുമായി 22/10/2024 നടത്തിയ ചർച്ചകളിൽ അംഗീകരിച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കുക, LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയിൽ സമർപ്പിച്ച ചാർട്ടർ ഓഫ് ഡിമാൻഡ് അംഗീകരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം നടത്തിയത്. തൊടുപുഴ ബ്രാഞ്ച് ഓഫീസിന് മുമ്പിൽ വർക്കിംഗ് കമ്മിറ്റി അംഗം CK ലതീഷ് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് TN രാധാകൃഷ്ണ കൈമൾ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ VB ദിലീപ് കുമാർ, സനിൽ P കൊച്ചുകുന്നേൽ, ബ്രാഞ്ച് സെക്രട്ടറി K സുനിൽകുമാർ, ട്രഷറർ PG സലീല, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KO ജോർജ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാതെ റവന്യൂ വകുപ്പ്. 2024 പരിശോധനയിൽ 211 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടും ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഉടുമ്പൻചോല മണ്ഡലത്തിലും തമിഴ്നാട്ടിലെ കമ്പം മണ്ഡലത്തിലും വോട്ടുള്ളവരുടെ പേരുകളാണ് ഇത്. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 58 മുതൽ 72 വരെയുള്ള ബൂത്തുകളിലാണ് ഇരട്ട വോട്ടെന്നാണ് ഇടുക്കി തേനി ജില്ലാ കളക്ടർമാർ നൽകിയ വിവരാവകാശ രേഖയിലുള്ളത്. രണ്ടിടത്തെയും തിരിച്ചറിയൽ കാർഡ് നമ്പർ ഉൾപ്പെടെയുണ്ട്. തമിഴ്നാട്ടിലെ വോട്ടർമാർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനാലാണ് പലരും അവിടുത്തെ വോട്ട് നിലനിർത്തുന്നത്. ഉടുമ്പൻചോലയിൽ ഏലത്തോട്ടമുള്ളവരോ പണിക്കെത്തുന്നവരോ ആണ് ഇവരെല്ലാം. തെരഞ്ഞെടുപ്പ് ദിവസം ഇവരെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിക്കും. തെളിവുകൾ ശേഖരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പരാതി നൽകുമ്പോൾ മാത്രമാണ് നടപടിയുമായി ജില്ലാ ഭരണകൂടം രംഗത്തെത്തുന്നത്. നെടുങ്കണ്ടം തഹസിൽദാർക്ക് നൽകിയ വിവരാവകാശ രേഖ പ്രകാരം 211 പേര് ഉടുമ്പൻചോല പഞ്ചായത്തിൽ മാത്രം 5 ബൂത്തുകളിലായിട്ട് രണ്ട് സംസ്ഥാനത്തും വോട്ടുള്ളതായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ നിരവധിയായ വോട്ടുകൾ ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിൽ വണ്ടൻമേട്, അതുപോലെ തന്നെ ശാന്തംപാറ, രാജകുമാരി, ഉടുമ്പൻചോല മേഖലയിലെ എല്ലാ വാർഡുകളിലും ഇതുപോലെ 100 കണക്കിന് വോട്ടർമാർ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നിലവിൽ ഇവിടെ താമസക്കാരോ ഒന്നുമല്ലാതാണ്. ഇവർ അന്യസംസ്ഥാനത്ത് വീടും അതുപോലെ തന്നെ അവിടെ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റുന്ന ആളുകളാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം അവരുടെ ID കാർഡുകൾ ഇവിടെ CPMന്റെ പാർട്ടി ഓഫീസിലെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ കയ്യിൽ മേടിച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുന്ന് ആളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്ത് തിരിച്ചു പോയിട്ട് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് വീണ്ടും അവരെ തെരഞ്ഞെടുപ്പിലേക്ക് ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ നിയോജകമണ്ഡലം കഴിഞ്ഞ കാലങ്ങളിൽ CPM അതുപോലെ LDFും വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി നമ്മൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പല പ്രാവശ്യം പരാതി കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന എത്ര വോട്ടുകൾ ഉദാഹരണ സഹിതം കാണിച്ചു കൊടുത്താൽ ഇങ്ങനെ 100 കണക്കിന് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കൊടുക്കുന്ന എത്ര എണ്ണം ഉണ്ടോ അതല്ലാതെ വേറെ ഒരെണ്ണം പോലും അവർ പരിശോധിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടുള്ളതാണ്. കൊടുക്കുന്നതിന് മാത്രം സ്വീകരിക്കുന്നിടത്തി അതിനെ ഒഴിവാക്കുന്ന സമ്പ്രദായമല്ലാതെ വ്യാപകമായ രീതിയിലുണ്ട് എന്ന് പലതവണ ആവശ്യപ്പെടുകയും പരാതി കൊടുത്തിട്ട് പോലും അന്വേഷണം നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് സംബന്ധിച്ച പരാതി ഉയർന്നതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു. ഇവരിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിലെ വോട്ട് നിലനിർത്താനാണ് താൽപര്യപ്പെട്ടത്. എന്നാൽ കേരളത്തിൽ ഇന്നും ഇവർ ഒഴിവാക്കപ്പെടുന്നില്ല. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഓണക്കാലം അടുത്തിട്ടും ഏത്തയ്ക്കായ്ക്ക് വിലയില്ല. കടുത്ത പ്രതിസന്ധിയിൽ ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ. നിലവിൽ ലഭിക്കുന്നത് 40 രൂപയിൽ താഴെ. 55 രൂപയെങ്കിലും കിട്ടാതെ
കൃഷി ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. പ്രതികൂലമായ കാലാവസ്ഥ ഉൽപാദനക്കുറവിനും കാരണമായി. ഒപ്പം കാലവർഷത്തിലെ കൃഷിനാശവും കർഷകരെ കടബാധ്യതയിലേക്ക് എത്തിച്ചു. ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ എക്കാലവും ഓണക്കാലത്തോടനുബന്ധിച്ച് വിളവെടുക്കാവുന്ന തരത്തിലാണ് ഏത്തവാഴ കൃഷി ഇറക്കുന്നത്. എന്നാൽ ഇത്തവണ ഇവരുടെ ഓണക്കാല പ്രതീക്ഷകൾ മങ്ങുകയാണ്. വിളവെടുപ്പ് ആരംഭിച്ചിട്ടും വില ഉയർന്നിട്ടില്ല. നിലവിൽ ലഭിക്കുന്നത് 38 രൂപ വരെ മാത്രം. ഇതിൽ നിന്ന് മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ. ഇത്തവണത്തെ പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനത്തിലും കുറവുണ്ടായി. ഇതിനൊപ്പം വിലയിടുകയും ചെയ്തതോടെ ഒരു കുല വെട്ടി വിറ്റാൽ 300 രൂപ പോലും കിട്ടാത്ത അവസ്ഥ. വിത്ത് വിതയ്ക്കുന്നത് മുതൽ കുല വെട്ടുന്നത് വരെയുള്ള പരിപാലന ചെലവ് കണക്ക് കൂട്ടിയാൽ വാഴ ഒന്നിന് 350 രൂപ മുതൽ മുടക്കാണ്. ശരാശരി 55 രൂപയെങ്കിലും വില കിട്ടിയാൽ മാത്രമേ വാഴ കൃഷി ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂവെന്നാണ് കർഷകർ പറയുന്നത്. ഞാൻ 35 വർഷമായിട്ട് സ്ഥിരമായിട്ട് വാഴ കൃഷി ചെയ്യുന്നൊരു മനുഷ്യനാണ്. 1000 ഏക്കർ അടിമാലി മേഖലയിൽ വളരെ സ്ഥലം പാടുന്നത് കൃഷി ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പം നിലവിൽ ഇപ്പോൾ ഈ വാഴയ്ക്കുള്ള 400 രൂപ 450 രൂപ മുടക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു കുല വെട്ടിയാൽ 300 രൂപ 200 രൂപ കിട്ടുന്ന സ്ഥിതിയിലേക്കാണ് വന്നത്. അപ്പോൾ അതിൻ്റെ തകർച്ചയിൽ നിന്നും കരകയറാൻ ഇതിൻ്റെ നഷ്ടം കണ്ട് സർക്കാർ എന്തെങ്കിലും സഹായം ചെയ്ത് ഞങ്ങളെ ഈ ഏത്തവാഴ കൃഷിയിൽ നിന്ന് ഒന്ന് സഹായിച്ച് കയറുവാൻ ഞങ്ങളെ ഒന്ന് സഹായിച്ചാൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നിലവിൽ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന കൃഷിക്ക് എല്ലാം തന്നെ വളരെ വളത്തിനാണ് ഈ അധികമായ വില. പിന്നെ ഇത് വിറ്റാൽ നമുക്ക് ഇപ്പോഴത്തെ വിപണി അനുസരിച്ച് ഒരു കിലോ വിറ്റ് കഴിഞ്ഞാൽ 30 രൂപയുടെ അടുത്തുള്ളൊരു വില കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടും പിന്നെ ഇത് അന്യം നിന്ന് പോകുന്ന നിലയിലേക്ക് നിലവിൽ ഇപ്പോൾ ഇത് കൃഷി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആൾക്കാർ പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് സർക്കാർ എന്തെങ്കിലും ഒരു ഇവിടെ എടുത്തൊരു നല്ലൊരു സബ്സിഡി കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ആനുകൂല്യങ്ങൾ തന്നാൽ കർഷകനൊന്ന് പിടിച്ചു നിൽക്കാനുള്ളൊരു അവസരം ഉണ്ടാകുമെന്ന് അത് സർക്കാരിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കാലവർഷത്തിലുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപകമായി ഏത്തവാഴകൾ ഒടിഞ്ഞു വീണ് നശിച്ചിരുന്നു. വേണ്ട രീതിയിലുള്ള സർക്കാർ സഹായങ്ങളും കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. കൃഷി പരിപാലനത്തിന് ചിലവേറുകയും വിലയിടുകയും ചെയ്തതോടെ കർഷകർ കടബാധ്യതയിലേക്കും കൂപ്പുകുത്തി. ബാങ്ക് വായ്പയെടുത്ത് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് പല കർഷകരും ഏത്തവാഴ കൃഷി ഇറക്കിയിരിക്കുന്നത്. വിലയിടവിൽ മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ അടുത്ത തവണ കൃഷി തുടരാനാകില്ലെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം ശക്തം. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മുമ്പ് കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ വിവിധ ഇടങ്ങളിലായി ചിതറിക്കിടക്കുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിട്ടുള്ളത്. അടിമാലി ടൗൺ കേന്ദ്രീകരിച്ച് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അടിമാലിയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിലാണ്. അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസ്, നാർക്കോട്ടിക് ഓഫീസ്, ESI ഡിസ്പെൻസറി, മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് തുടങ്ങിയവയൊക്കെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അടിമാലിയിലെ ചില സ്ഥാപനങ്ങൾ മാത്രമാണ്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ ആളുകൾക്ക് അത് കൂടുതൽ സൗകര്യപ്രദമാകും. ഈ സാഹചര്യത്തിലാണ് പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. അടിമാലിയിൽ ഒരു സിവിൽ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം വളരെ കാലങ്ങളുടെ ആവശ്യമാണ്. നമുക്കറിയാം അടിമാലി മേഖലയിലെ സർക്കാർ സ്ഥാപനങ്ങൾ അവിടെ ഇവിടെയും ചിഹ്നിച്ചത് കാംകോപ്പടിയിലും അടിമാലി ടൗണിലും അവിടെ ഇവിടെയും ചിഹ്നിച്ചതയാണ് ഈ ഓഫീസുകളുള്ളത്. ഈ ഓഫീസുകളെല്ലാം ഭാരിച്ച വാടകകൾ നൽകിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് കാരണം അടിമാലിയിൽ പല ഭരണാധികാരികളും പലപ്പോഴും ഇപ്പോൾ ഒരു നാളെ വരും എന്ന് പറയുന്ന സിവിൽ സ്റ്റേഷൻ അടിമാലിയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സർക്കാർ ഓഫീസർ ആദിവാസി കുടി ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് വരുന്നവർക്ക് ഒരു കുടക്കീഴിൽ തന്നെ സർക്കാർ ഓഫീസുകളുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും. സിവിൽ സ്റ്റേഷൻ എന്നുള്ള യാഥാർത്ഥ്യമാകാനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മുമ്പ് കൂടിയാലോചനകൾ നടന്നിരുന്നു. 1/2 ഡസനിലധികം പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ വിവിധ സർക്കാർ സേവനങ്ങൾക്കായി അടിമാലി ടൗണിനെയാണ് ആശ്രയിക്കുന്നത്. അടിമാലി ടൗണിലെത്തിയ ശേഷം ടൗണിന്റെ പല ഭാഗങ്ങളിലായി കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിലെത്തുവാൻ ആളുകൾ പിന്നെയും പണം മുടക്കണം. സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചാൽ വാടക ഇനത്തിൽ നഷ്ടമാകുന്ന ഭീമൻ തുകയും സർക്കാരിന് ഒഴിവാക്കാം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. KPCC മെമ്പർ R. ബാലൻപിള്ള രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനം രാജ്യ സദ്ഭാവന ദിവസമായി ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സദ്ഭാവന ദിനം ആചരിച്ചത്. രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ആദരവർപ്പിച്ചുകൊണ്ട് KPCC മെമ്പർ R. ബാലൻപിള്ള യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വെറുമൊരു പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ കാണുന്ന ഇന്നത്തെ IT രംഗത്തുണ്ടായിട്ടുള്ള ഈ വളർച്ച അത് ദീർഘവീക്ഷണത്തോടെ മുൻകൂട്ടി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രാജീവ് ഗാന്ധി തുടങ്ങി വെച്ച ആ IT രംഗത്തിൻ്റെ തുടക്കവും അതിൻ്റെ വികസനവും അതിൻ്റെ ഫലമായി നമ്മുടെ രാജ്യം ഇന്ന് ഒരു വിരൽത്തുമ്പിൽ നിന്ന് തോണ്ടിയെടുത്താൽ ലോകത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും അറിയുവാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് വളർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അതിന് തുടക്കമിട്ട രാജീവ് ഗാന്ധിയെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ നാമം നിലനിർത്തുകയും ചെയ്യുക എന്ന് രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ ആവശ്യമാണ്. എല്ലാവരും അതിൽ പങ്കാളികളാകണം എന്ന് മാത്രം. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസ് മുഖ്യ പ്രഭാഷണം നടത്തി. KP ഗോപിദാസ്, ബിജു കൂട്ടുപുഴ, സാജു പഴപ്ലാക്കൽ, കിങ്ങിണി രാജേന്ദ്രൻ, സിനി മൂലൻകുഴിയിൽ, ജോയി തമ്പുഴ, അർജുൻ ഷിജു, അനിൽ മടത്തിനകത്ത്, സുബിൻ ടിറ്റോ, സുഗതപ്പൻ, PV ജോസ്, തങ്കായി എന്നിവർ നേതൃത്വം നൽകി. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ATUCയുടെ നേതൃത്വത്തിൽ നിർമ്മാണ തൊഴിലാളികളെ അണിനിരത്തി കട്ടപ്പന ഭൂപതിവ് കാര്യാലയത്തിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. സംഘടനയുടെ ജനറൽ സെക്രട്ടറി TR ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രകടനമായി കട്ടപ്പന ഭൂപതിവ് ഓഫീസിന് മുന്നിൽ എത്തിയതിനു ശേഷമാണ് ധർണ നടത്തിയത്. കുടിശ്ശികയായി കിടക്കുന്ന പെൻഷനുകൾ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് മിനിമം ബോണസ് 3000 രൂപ ഓണത്തിന് മുൻപ് അനുവദിക്കുക, പെൻഷൻ തുക 6000 രൂപയാക്കി ഉയർത്തുക, മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക, സെസ് പിരിവ് 2% ഉയർത്തി പിരിവ് ഊർജിതപ്പെടുത്തുക, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയെ സർക്കാർ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി കട്ടപ്പന ഭൂപതിവ് കാര്യാലയത്തിന് മുൻപിലും കൂട്ടധർണ സംഘടിപ്പിച്ചത്. സംഘടനയുടെ ജനറൽ സെക്രട്ടറി TR ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ കുടിശ്ശിക ഇപ്പൊ 16 മാസത്തെ കുടിശ്ശികയുണ്ട്. പെൻഷൻ 1600 രൂപ വെച്ച് 16 മാസത്തെ കുടിശ്ശിക ഒന്ന് കണക്ക് കൂട്ടിക്ക്. ഇതിനു മുമ്പ് ഞങ്ങൾ സമരം ചെയ്തപ്പോൾ പറഞ്ഞു ഉടൻ പരിഹരിക്കും, പരമാവധി ഒരുമിച്ച് തന്നില്ലെങ്കിലും കിടുക്കളായിട്ട് ഞങ്ങൾ വരും. പ്രസവത്തിന് അപേക്ഷ കൊടുത്തിട്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടിയെ 1ാം ക്ലാസ്സിൽ എത്തിക്കാനായിട്ടും ആദ്യത്തെ പ്രസവത്തിന്റെ കാശ് കൊടുക്കുന്നില്ല. എന്ത് ന്യായമാണ് പറയാനുള്ളത്? ഒരു ന്യായവും പറയാനില്ല. അതുപോലെ തന്നെ വിവാഹത്തിന് 10000 രൂപ കൊടുക്കും. ആ 10000 രൂപയ്ക്ക് അപേക്ഷ കൊടുത്തിട്ട് അവരുടെ 2 പ്രസവം കഴിഞ്ഞിട്ട് ഇതുവരെ വിവാഹത്തിന്റെയും പ്രസവത്തിന്റെയും കാശ് കൊടുത്തിട്ടില്ല. വിദ്യാഭ്യാസ ആനുകൂല്യം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 1000 രൂപ കൊടുക്കും. +1 പഠിക്കുന്ന കുട്ടിക്ക് 1000 രൂപ കൊടുക്കും. +2 പഠിക്കുന്ന കുട്ടിക്ക് 1000 രൂപ കൊടുക്കും. +1 കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രിയാണ്. ഡിഗ്രിക്ക് പഠിച്ചാൽ 1200 മുതൽ 1500 വരെ എല്ലാ വർഷവും കൊടുക്കും. നേതാക്കളായ P മുത്തുപ്പാണ്ടി, രഘു കുന്നംപുരം, PJ റെജി, സജീവ് എമ്പള്ളി, KK കുഞ്ഞിമോൻ, K ജോസ് സക്രിയ, G മോഹനൻ, ജിത്ത് വെളുത്തെടുത്ത്, ലീലാമ്മ വിജയപ്പൻ, മറിയാമ്മ വർഗീസ്, സുമാ തങ്കപ്പൻ, റോസമ്മ തോമസ്, വർഗീസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 5 വർഷങ്ങൾ കൊണ്ട് 50 വർഷത്തെ വികസനം രാജ്യത്തിന് സമ്മാനിച്ച ബൂസ്റ്റർ മിസൈലായിരുന്നു രാജീവ് ഗാന്ധിയെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി പറഞ്ഞു. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സദ്ഭാവന ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങുകൾ ആരംഭിച്ചത്. 5 വർഷങ്ങൾ കൊണ്ട് 50 വർഷത്തെ വികസനം രാജ്യത്തിന് സമ്മാനിച്ച ബൂസ്റ്റർ മിസൈലായിരുന്നു രാജീവ് ഗാന്ധിയെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച സദ്ഭാവന ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ സ്വപ്നം കാണുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ദീക്ഷണശാലിയായ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രാജീവ് ഗാന്ധി നമ്മുടെ രാജ്യത്തെ ഒരു ബൂസ്റ്റർ മിസൈലാണ്. 5 വർഷം കൊണ്ട് 50 വർഷക്കാലത്തെ നേട്ടങ്ങൾ രാജ്യത്തിന് കൈവരിക്കാൻ കഴിഞ്ഞ IT വിപ്ലവത്തിൻ്റെ സാധ്യതകൾ
ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയ ലോകത്തിൽ വരാൻ പോകുന്ന ആധുനികതയുടെ കാലത്തെപ്പറ്റി പ്രവാചകനെ പോലെ മുൻകൂട്ടി സംസാരിക്കുകയും അതനുസരിച്ച് ഭാവനാപൂർവമായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത രാജീവ് ഗാന്ധി, ആ രാജീവ് ഗാന്ധിയുടെ സംഭാവനയുടെ ഫലമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളും, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയും വാർത്താവിതരണ രംഗത്തുണ്ടായിരിക്കുന്ന മുന്നേറ്റങ്ങളും എല്ലാത്തിൻ്റെയും തുടക്കം രാജീവ് ഗാന്ധിയാണ്. ശാസ്ത്രത്തോട് പ്രത്യേകമായ താല്പര്യമുള്ളവരാണ് നെഹ്റു കുടുംബം എന്ന കാര്യം എല്ലാവരും പറയുക. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൊണ്ട് മാത്രമേ മനുഷ്യന് പുരോഗതി ഉണ്ടാവൂ എന്ന് വിശ്വസിക്കുകയും ആ ശാസ്ത്ര അറിവുകൾ പ്രയോജനപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും ചെയ്യുന്നതിൽ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും കാണിച്ചിട്ടുള്ള താല്പര്യവും ഔദ്യോഗിക സംഭാവനവും ഈ രാജ്യമുള്ളിടത്തോളം കാലം മറക്കാൻ കഴിയാത്തതാണ്. രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങുകൾ ആരംഭിച്ചത്. ചടങ്ങിൽ വെച്ച് രാജീവ് ഗാന്ധി രക്തദാന സേനയുടെ ഉദ്ഘാടനവും നടന്നു. തുടർന്ന് പ്രവർത്തകർ രക്തദാനം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ഹോസ്പിറ്റൽ PRO കിരൺ ജോർജ്, ജോമോൻ തെക്കേൽ, ഷാജി വെള്ളമാക്കൽ, ബിജു വെളുത്തെടുത്ത്, ജോസ് ആനക്കല്ലിൽ, ബിജു പൊന്നോലി, ഷിബു പുത്തൻപുരയ്ക്കൽ, ഷാജൻ എബ്രഹാം, ജിജി ചേലക്കാട്ട്, ബിജു കൈപ്പൻ, റിജോ കുഴിപ്പിള്ളി, ജോപോൾ വയലിൽ പുരീടം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. മാട്ടൂക്കട ചന്തമുക്കിൽ അപകടം തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂട്ടർ യാത്രികനായ പോലീസ് ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറുമായി ഓട്ടോറിക്ഷ ഇടിച്ചതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിന് പരിക്കേറ്റിരുന്നു. മേരികുളത്ത് നിന്നോ മാട്ടൂക്കടയിൽ നിന്നോ എത്തുന്ന വാഹനങ്ങൾ മാട്ടൂക്കട്ട ചന്തയിലേക്ക് പ്രവേശിക്കുവാൻ തിരിക്കുന്നതിനിടയിലും അലക്ഷ്യമായ ഡ്രൈവിംഗ് കൊണ്ടുമാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത്. റോഡിൽ സീബ്ര ലൈനോ മുന്നറിയിപ്പ് ബോർഡോ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മേരികുളത്ത് നിന്നും മാട്ടൂക്കട്ട ടൗണിലേക്കുള്ള വഴിയിൽ മാട്ടൂക്കട്ട ചന്തമുക്കിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ നിത്യസംഭവമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂട്ടർ യാത്രക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറുമായി ഓട്ടോറിക്ഷ ഇടിച്ചതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിന് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇത് 4ാമത്തെ അപകടമാണ്. മേരികുളത്ത് നിന്നോ മാട്ടൂക്കട്ടയിൽ നിന്നോ എത്തുന്ന വാഹനങ്ങൾ മാട്ടൂക്കട്ട ചന്തയിലേക്ക് പ്രവേശിക്കുവാൻ തിരിക്കുന്നതിനിടയിലും അലക്ഷ്യമായ ഡ്രൈവിംഗ് കൊണ്ടുമാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപകടമുണ്ടാകുന്നതിന് തൊട്ടടുത്തായി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനവും പ്രവർത്തിച്ചു വരുന്നുണ്ട്. പഴയ തിയേറ്ററിന് മുമ്പിൽ നിന്നും ചന്തഭാഗത്തേക്ക് റോഡ് മുറിച്ചു കടക്കേണ്ട സ്ഥലത്ത് പൊതുജനങ്ങൾക്കായി സീബ്ര ലൈൻ ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യമാണ്. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും സീബ്ര ലൈൻ വരച്ചു ചേർക്കുവാൻ മലയോര ഹൈവേ അധികൃതർ തയ്യാറായിട്ടുമില്ല. ലൈനൊന്നും ഇല്ലാത്തത് കൊണ്ട് വണ്ടിക്ക് നിയന്ത്രണമില്ല. ഏത് സൈഡിൽ കൂടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പോകുന്ന വഴിക്കൂടെയാണ്. അത്തരമുള്ള സംഭവം ആരും സിഗ്നലൊന്നും ഇടാതെയൊക്കെ വരാറുണ്ട്. സിഗ്നൽ ഇട്ടാലും അതൊന്നും നോക്കുന്നില്ല. നടുക്കോടെയാണ് എല്ലാവരും വരുന്നത്. നല്ല സ്പീഡിലാണ് വരുന്നത്. ഏത് വണ്ടി ഇവിടെ നിന്ന് ബൈക്കുകാരൊക്കെ പറന്നാ പോകുന്നത്. അപകടം ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ഉണ്ടായി, ഇന്നുണ്ടായി. റോഡിൽ സീബ്ര ലൈനോ മുന്നറിയിപ്പ് ബോർഡോ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലത്ത് ഭിന്നശേഷി കലോത്സവം നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇൻചാർജ് സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മൊമന്റോയും സ്നേഹ സമ്മാനവും നൽകി ആദരിച്ചു. കോതമംഗലം നഗരസഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം സ്നേഹസ്പർശം 2025 പേരിൽ കലാ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 4 ചുവരുകൾക്കുള്ളിൽ അടച്ച് പൂട്ടിയിരിക്കേണ്ട ആളുകളല്ല, അവരെ പൊതുസമൂഹത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിലടക്കം അത്തരമൊരു ആശയം ഗവൺമെൻറ് മുന്നോട്ട് വച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് ഇവിടെ ഇപ്പോൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലുമൊക്കെ ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ ഒരു കൂട്ടായ ഇടപെടലിൻ്റെ എല്ലാം ഭാഗമായി നമുക്ക് ഈ കുട്ടികളെ, സവിശേഷമായ കഴിവുകളുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആ കുട്ടികൾക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കുക എന്നതിനോടൊപ്പം തന്നെ അതുപോലെ പ്രാധാന്യം തന്നെയാണ് അവരുടെ മാതാപിതാക്കൾ, അവരുടെ രക്ഷിതാക്കൾ. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇൻചാർജ് സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ഡേവിഡ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ, കൗൺസിലർമാരായ PR ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ്, ഷിനു KA, സിജോ വർഗീസ്, മിനി ബെന്നി, ജൂബി പ്രതീഷ്,
റോസ്ലി ഷിബു, ഭാനുമതി രാജു, സിന്ധു ജിജോ, മുനിസിപ്പൽ സെക്രട്ടറി ശ്രീജിത്ത് സി എന്നിവർ സന്നിഹിതരായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് സ്വാഗതവും ICDS സൂപ്പർവൈസർ ബിന്ദു വി നന്ദിയും രേഖപ്പെടുത്തി. പരിചയപ്പെടാം ഉല്ലസിക്കാം എന്ന പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മൊമന്റോയും സ്നേഹസമ്മാനവും നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഏഷ്യൻ പെയിന്റ്സ് ഓണം ആഘോഷത്തിന്റെ ഭാഗമായി സിനിമാ താരം വിമല രാമൻ തൊടുപുഴ ഇന്ത്യൻ ഹാർഡ്വെയർസ് സന്ദർശിച്ചു. ഇന്ത്യൻ ഹാർഡ്വെയർസ് MD VA ജമാൽ മുഹമ്മദും പാർട്ണർമാരായ VA ഔറംഗസീബ്, നദീറ ജമാൽ, അഫ്സൽ ജമാൽ, നൌഫൽ ജമാൽ എന്നിവരും ചേർന്ന് സ്വീകരിച്ചു. ഇന്ത്യൻ ഹാർഡ്വെയർസിൽ നിന്നും സ്ഥിരമായി ഏഷ്യൻ പെയിന്റ്സ് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കോൺട്രാക്ടർമാർക്ക് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. ചടങ്ങിൽ ഏഷ്യൻ പെയിന്റ്സ് മാനേജർ അക്ഷയ് രാമചന്ദ്രൻ, SSOമാരായ വിനു മാത്യു, രാഹുൽ രമേശ്, TSO ജിഷ്ണുലാൽ, അസോസിയേറ്റ് സഞ്ജു തോമസ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. DC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൊടുപുഴ മേഖലാ കൺവെൻഷൻ നടത്തി. സമ്മേളനം തൊടുപുഴ നഗരസഭാ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാതെ റവന്യൂ വകുപ്പ്. ഓണക്കാലം അടുത്തിട്ടും ഏത്തയ്ക്കായ്ക്ക് വിലയില്ല. കടുത്ത പ്രതിസന്ധിയിൽ ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ. അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം ശക്തം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.